കല്ലേക്കുളങ്ങര രാജഗോപാലൻ. മലബാർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ കല്ലേക്കുളങ്ങര രാജഗോപാലൻ. കല്ലേക്കുളങ്ങരയിലെ നാടൻ ആന സൗന്ദര്യം. നാടൻ ആനകളിലെ നാടൻ ആനച്ചന്തമായിരുന്നു. എത്ര വർണ്ണിച്ചാലും കണ്ടാലും മതിവരാത്ത കൊമ്പൻ അതായിരുന്നു കല്ലേക്കുളങ്ങര രാജഗോപാലൻ. ആനക്കേരളത്തിന് ഒരുപാട് ആരാധകരെ സംഭാവന നൽകിയിട്ടുള്ള കൊമ്പൻ. കരിമ്പനകൾ തലയുയർത്തി നിൽക്കുന്ന പാലക്കാടിന്റെ വശ്യ സൗന്ദര്യത്തിൽ കുളിച്ചു നിന്ന ഇവന്റെ വേർപാട് ആനക്കേരളത്തിന്റെ വലിയ നഷ്ടങ്ങളിൽ ഒന്നു തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ സാംസ്കാരിക പൈതൃകം വിളിച്ചു പറയുന്ന വള്ളുവനാടിന്റെ ഗജസമ്പത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി നിരവധി കൊമ്പന്മാരുടെ കഥകൾ പറയേണ്ടി വരും. മലബാർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഇവന് മുമ്പുണ്ടായിരുന്ന ഗജവീരനായിരുന്നു കല്ലേക്കുളങ്ങര രാജശേഖരൻ. രാജഗോപാലനെ ഏമൂർ ഭഗവതിയുടെ മാനസപുത്രൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മലയാളത്തിന്റെ മണ്ണിൽ എത്തി മലയാളികളുടെ മനം കവർന്ന് തീരെ ചെറുപ്രായത്തിൽ 10 വയസ്സുള്ളപ്പോൾ ഇവിടെ എത്തി സൂര്യ തേജസ്സായി വിളങ്ങി നീണ്ട 56 വർഷത്തിൽ കൂടുതൽ ഒരു ദേശത്തിന്റെ ഉഗ്ര പ്രജാപതിയായി പേരും പെരുമയും ഉയർത്തി കാലാന്തരത്തിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോയിരിക്കുന്നു. ഒരു നാടിന്റെ സ്വപ്നം വീണുടഞ്ഞപ്പോൾ ഒരു നാട്ടാനച്ചന്തം കൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ്. കല്ലേക്കുളങ്ങര രാജഗോപാലൻ അറിയപ്പെട്ടിരുന്നത് നാട്ടുകാരുടെയും ആനപ്രേമികളുടെയും എല്ലാം സ്വന്തമായിരുന്ന ആന. നാടനാനകളിലെ നാട്ടാനച്ചന്തം. ഇവൻ ചെരിയുമ്പോൾ പ്രായം 70-നോടടുത്തുണ്ട്. കുറച്ചു ദിവസമായി പാദരോഗത്തിന് ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് മരണം. ഇവൻ ഇവിടെ എത്തിയതിനു പിന്നിൽ ഒരു ചരിത്ര കഥയുണ്ട്. കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ദേവസ്വത്തിന്റെ കൈവശമുണ്ടായിരുന്ന മലമ്പുഴക്കാട്ടിൽ നിന്ന് കിട്ടിയതാണിവനെ. തന്റെ അഴവളകുകൾ കൊണ്ട് ഉത്സവ കേരളത്തിൽ ശ്രദ്ധേയനായിരുന്നു ഈ പാലക്കാട്ടുകാരൻ. ഒരുപാട് ഉത്സവങ്ങളുടെ ഭാഗമാകാൻ ഇവന് കഴിഞ്ഞിട്ടുണ്ട്. തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവം, തൃശൂർ പൂരം, നെന്മാറ വല്ലങ്ങിവേല, വടക്കന്തറ വേല, പുത്തൂർ വേല തുടങ്ങി നിരവധി ഉത്സവ പൂരങ്ങളിലെ പങ്കാളി ഇനി നമ്മുടെ കൂടെ ഇല്ല.